ഈ രാഷ്ട്രീയത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. നല്ല പൈതൃക പാരമ്പര്യം നശിപ്പിച്ചവർ എന്ന് വെച്ചാൽ ആ പൈതൃകത്തിൻ്റെ അഭിമാനം ഒരു അടയാളമായി എങ്ങും പറയാൻ കഴിയാത്ത വിധം സ്വന്തം ജീവിതത്തെ അങ്ങനെയൊക്കെ ആക്കി തീർത്തവർ. പിന്നെ കുറേ പേർ ഈ ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് മാത്രം തൻ്റെ വീതം കിട്ടണമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നവർ. പിന്നെ മറ്റു ചിലരാകട്ടെ ചിത്രങ്ങളിൽ സ്പേസ് കിട്ടാൻ വേണ്ടി ഇടിച്ചു കയറി വേണ്ടിടത്തും വേണ്ടാത്തടത്തും ഒക്കെ കയറി നിൽക്കുന്നവർ. പിന്നെ നാലാമതൊരു കൂട്ടർ പിരിച്ചും നാട്ടുകാരിൽ നിന്ന് കിട്ടാവുന്ന സാമ്പത്തികമൊക്കെ ശേഖരിച്ചും ഈ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ നിന്നൊക്കെ മാറി നിന്ന് ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്ന ചിലർ. എന്നാൽ അഞ്ചാമതൊരു കൂട്ടരുണ്ട്, വളരെ നിശബ്ദമായി തങ്ങളുടെ മാന്യതയും മിതത്വവും മിതവാദവും അതിനേക്കാളുപരി നല്ല ആതിഥേയരായി മനുഷ്യർക്ക് ഒരിടമായി വ്യക്തിബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ നിലനിർത്തുമ്പോഴും അതിൻ്റെ പേരിലൊന്നും പ്രത്യേകിച്ച് അവകാശവാദങ്ങളോ പിരിവുകാരായോ ഒക്കെ അവസരങ്ങളുണ്ടായിട്ട് പോലും അത്തരം കാര്യങ്ങൾ വിനിയോഗിക്കാത്ത ചില പതിഞ്ഞ മനുഷ്യർ. അത്തരം മനുഷ്യരെ ഈ പിടിച്ചു വാങ്ങുന്നവരുടെ കാലത്ത് വല്ലാണ്ടങ്ങ് തള്ളിക്കളയാൻ വിധിയും ഉടയതമ്പുരാനും ഒന്നും അനുവദിക്കില്ല. അവർക്കായി മാത്രം ചില സാഹചര്യങ്ങൾ ഒരുക്കപ്പെടും. അത് ഒരവസരമായി ആർക്കെങ്കിലുമൊക്കെ തോന്നിയാൽ അതിലേക്ക് ഇടിച്ചു കയറാൻ 100 പേരുണ്ടാവും. പക്ഷേ ഒരിക്കലും അവൻ രക്ഷപ്പെടില്ലെന്ന് കാണുമ്പോൾ പിന്നെ ആ പദവി അവന് കൊടുത്തേക്കാവെന്ന് വെക്കുന്നവരുണ്ട്. കാലം അതിന് യവന് മാത്രം കിട്ടാനായി ആ അവസരം ചിലപ്പോൾ ഒരുക്കി നൽകും. കൊല്ലത്ത് AK ഹഫീസ് എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലം മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ കൊല്ലത്തെ തീവ്ര രാഷ്ട്രീയവാദികളോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്നത് കണ്ട് ഹൃദയം പൊട്ടി മരിക്കുന്നവരോ ആയിട്ടുള്ളവരല്ലാത്ത എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്നത് അതായിരിക്കും, ഈ മനുഷ്യന് വേണ്ടിയാണ് ഈ സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരിക്കലും ഈ കോർപ്പറേഷൻ കിട്ടില്ലായിരുന്നു എന്ന്. ഈ നിമിഷം കാണുന്നവർ AK ഹഫീസിനായി തന്നെയാണ് ഇതൊരുക്കിയത് എന്ന് വിചാരിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം കൊല്ലം ഒരാളും എണ്ണിയിരുന്നതല്ല, ഒരു കാരണവശാലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. അങ്ങനെ കിട്ടുമെന്ന് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഭൈമി കാമുകന്മാർ രംഗത്തിറങ്ങിയേനെ. അവർ പരസ്പരം കാലുവാരിയേനെ, വാരി നിലത്തടിച്ചേനെ. CPMൽ കണ്ടത് അതാണ്. കാലുവാരി പരസ്പരം നിലത്തടിച്ചു, എല്ലാം നിലം പൊത്തി. ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് വിചാരിച്ചത് അങ്ങനെ കിട്ടി. ഏതായാലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുകൂടി ഒരു പാഠമാണ്. എന്ത്? ആരെയും പ്രത്യേകിച്ച് പ്രഖ്യാപിച്ച് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മേയറായി മുനിസിപ്പൽ ചെയർമാനായോ അവതരിപ്പിക്കാതിരിക്കുക. അങ്ങനെ അവതരിപ്പിച്ചാൽ അവരെയെല്ലാം വാരി നിലത്തടിക്കും. 2000-ലാണ് കൊല്ലം കോർപ്പറേഷൻ ഉണ്ടാവുന്നത്. 2023 സീറ്റ് ഉണ്ടായിരുന്നു UDFന്. അന്ന് ഇതിൻ്റെ ഒരു വക്കോളം എത്തിയെങ്കിലും അപഹാസ്യമായ ചില നാടകങ്ങളായി അവിടെ അങ്ങ് അവസാനിച്ചു. ഇത് പറയുമ്പോഴും ഈ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് എടുത്തുയർത്തി കാണിക്കാൻ കഴിയുന്ന കൊള്ളാവുന്നൊരു മുഖം 2 പാർട്ടിക്കും ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാം വേരളിഞ്ഞതും ചീഞ്ഞളിഞ്ഞതും പേര് പിടിച്ചു പോയതും കാറ്റടിച്ചു പോയതുമൊക്കെയാണ്. അതിൽ ഒറ്റപ്പെട്ട ചിലതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബാക്കി എല്ലാവരും കൂടി ഈ പറയുന്നത് പോലെ തേച്ച് ഭിത്തിക്ക് പറ്റിച്ച് എവിടെയൊക്കെയോ ചാരിയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലാണ് ഇത്തവണ ഇലക്ഷൻ വന്നത്. ഇലക്ഷൻ വന്നപ്പോൾ കൊല്ലം കോർപ്പറേഷന് വേണ്ടി നയിക്കാൻ അല്ലെങ്കിൽ അവരുടെ മേയർ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ ആരും അത്ര ഗൗരവമായി പരിഗണിക്കില്ല. എല്ലാവരുമൊക്കെ വിചാരിച്ചു കാണും, ഹഫീസോ പാവം, അയാളെ പിടിച്ച് കുരുതി കൊടുത്തു. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, ഇത് അറുക്കാൻ നിർത്തിയേക്കുന്ന പശുവാണ്, ഇത് അറുക്കാൻ നിർത്തിയേക്കുന്ന കാലിയാണെന്ന് പറയുന്ന പോലെ തോൽപ്പിക്കാൻ വേണ്ടി ഒരാൾ എന്ന നിലയിലാണ് കണ്ടത്. പിന്നെ കുറേ ആളുകൾ പറഞ്ഞു, കൊല്ലം പോലെ ഈഴവർ നിറഞ്ഞു നിൽക്കുന്ന, മറ്റ് ജാതികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത്, ക്രിസ്ത്യാനികൾക്ക് ആസ്ഥാന മന്ദിരങ്ങൾ ഒത്തിരിയുള്ള സ്ഥലത്ത് ഹഫീസ് എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ കോൺഗ്രസ് എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മനുഷ്യൻ വർഷങ്ങളായി ഒരുപാട് ആളുകൾക്ക് ആതിഥേയമൊരുക്കുന്ന ഒരാളാണ്. ചുമട്ടുതൊഴിലാളി യൂണിയൻ മുതലുള്ള നിരവധി യൂണിയനുകളുടെ ഭാരവാഹിയാണ്, വ്യാപാരി വ്യവസായി അതുമായി ബന്ധപ്പെട്ടതൊക്കെ. പക്ഷേ അത്തരം ആളുകൾക്കുള്ള ശരീരഭാഷയോ വാച്യഭാഷയോ ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അഹങ്കാരഭാവമില്ല, അഹങ്കാരിയല്ല. അന്തസ്സും നിലവാരവും സൂക്ഷിക്കേണ്ടടുത്ത് നന്നായി സൂക്ഷിക്കാനറിയാം.
പിരിച്ച് തിന്നുന്നതിലല്ല, തനിക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നതിനും ആതിഥേയമൊരുക്കുന്നതിനുമാണ് ആ മനുഷ്യൻ ഒരുപാട് സമയം കണ്ടെത്തിയിട്ടുള്ളത്. ഞാനിന്നുവരെ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല, ഫോണിൽ പോലും വിളിച്ചിട്ടില്ല. അങ്ങനെ നേരിട്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടാവുന്നതിനപ്പുറത്ത് യാതൊരു ബന്ധവുമില്ല. രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിലും നമ്മുടെ അന്തരിച്ചു പോയ ജി കാർത്തികേയൻ സാറിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം സ്പീക്കറൊക്കെ ആകുന്നതിന് മുമ്പ് കൊല്ലത്ത് വന്നാൽ ഈ വീട് സന്ദർശിക്കാതെയോ ഇവിടെ സമയം ചെലവഴിക്കാതെയോ ഒന്നും പോകില്ല. അത്രമേൽ ആ സ്നേഹവും ബന്ധവും മൂല്യങ്ങളുമൊക്കെ സൂക്ഷിക്കുന്നൊരു മനുഷ്യനാണ്. വേറെ ആരും ഇടിക്കാനുണ്ടായിരുന്നില്ല. കൊല്ലം ജില്ലയിലെ നേതാക്കളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കൊട്ടാരക്കരയിലെ കഥ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ പറഞ്ഞു, അവിടെ എന്താ സംഭവിച്ചതെന്ന്. ഈ നേതാക്കളെയോ അനുയായികളെയോ വളർത്തിക്കൊണ്ട് വരുമ്പോൾ, ഇപ്പോൾ കൊടിക്കുന്നിൽ അതിന് മറുപടി പറയുന്നത് കേട്ടു, പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുഴുവൻ പുള്ളിക്കുണ്ടായ നേട്ടം. പണ്ട് ഈ നേതാക്കളെയോ അല്ലെങ്കിൽ അനുയായികളെയോ ആരെങ്കിലുമൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ പാർട്ടിക്ക് കൊള്ളാവുന്നവരായിരിക്കണം, അല്ലാതെ തൻ്റെ പെട്ടി തൂക്കാൻ പറ്റിയ ആൾ ഏറ്റവും പെട്ടി തൂക്കുന്നവൻ ആ പദവി കൊടുത്തു കളയാം എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ, അതായത് ഈ ഹഫീസിനെ നിർത്തിയിട്ട് പാർട്ടി മുഴുവൻ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞാൽ കുഴി കിടക്കുന്നവർ പോലും മൂക്കിൽ മണ്ണ് കയറി തുമ്മി എഴുന്നേറ്റ് വരും. ജനങ്ങൾ നിഷേധ വോട്ട് ചെയ്തതാണ്. മറുവശത്തെ ഈ അഹങ്കാരത്തിനും തൻപ്രമാണിത്വത്തിനും എതിരെ വോട്ട് ചെയ്തതാണ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധിയുണ്ടല്ലോ, പടച്ചവൻ ഉടയതമ്പുരാൻ ഈ മനുഷ്യൻ്റെ തലയിൽ ആ പദവിയിലേക്ക് എത്തുന്ന അവസരം ദൈവം നൽകുമെങ്കിൽ അതിനുള്ള അവസരം കൊടുത്തതാണ് ഈ മനുഷ്യന്, അല്ലാതെ വേറൊന്നുമല്ല. മറുവശത്ത് എന്താ നടന്നത്? മേയറായി വന്ന ഹണി ബെഞ്ചമിൻ, പിന്നെ രാജേന്ദ്ര ബാബു, പിന്നെ മേയറായി മത്സരിച്ച AM ഇക്ബാലോ എന്ന് പറയുന്ന അദ്ദേഹം, പിന്നെ വേറൊരു അനിരുദ്ധൻ, ഇവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വാരി നിലത്തടിച്ചു. ഹണി ബെഞ്ചമിനെ തോൽപ്പിക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശവും പ്രവർത്തനവും ഉണ്ടായിരുന്നുവെന്ന് ഇന്നൊരു പത്രത്തിൽ പറയുന്നു. അവിടെയാണ് ഈ പാവം മനുഷ്യൻ ജയിച്ചത്. നന്നായിരിക്കട്ടെ, പേര് ചീത്തയാക്കാതെ ഭംഗിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയണം. ഇത് കിട്ടി എന്ന് പറയുമ്പോഴും ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, അതായത് ഈ കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കൾ, ഇത് പ്രശ്നം പരിഹരിക്കാനും വാർഡ് വിഭജനത്തിനും വേണ്ടിയൊക്കെ ചുമതല കൊടുത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ, നമ്മൾ സാറിന് പറയത്തില്ലേ മുടിഞ്ഞു പോട്ടെ എന്ന് പറയുന്നത് പോലെ ആണ് സീറ്റ് വിഭജനമൊക്കെ നടത്തിയത്. ഒരു വേണ്ടത്ര ആലോചനയോ ചിന്തയോ ഒന്നും നോക്കാതെ ഓരോ സ്ഥലത്ത് രണ്ടിടത്ത് ലീഗിന് കൊടുക്കും, എന്നിട്ട് അവിടെ 2 കോൺഗ്രസ് റിബൽ. എന്നാൽ അവരെ ഒന്ന് മാറ്റാൻ ഒരു ബലമായ ഒരു ശ്രമം നടത്തുകയോ ഒരു ആത്മാർത്ഥമായ ഇടപെടലോ ഒന്നുമില്ലെന്ന് മാത്രമല്ല, ഞാൻ കേട്ടത് ലീഗിൻ്റെ ചില പ്രതിനിധികൾ വന്നപ്പോൾ ഒരു മാന്യമായി പെരുമാറുന്നതിന് പോലും ഈ പ്രമാണിമാരൊന്നും ഒരു സമയം കണ്ടെത്തിയില്ല. കാരണം എന്തിനു കണ്ടെത്തണം? എന്തോ ആയാലും അവർക്കെന്താ പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? അവർ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുന്നുണ്ടോ? ഇനി അസംബ്ലിക്ക് നിൽക്കാൻ അവർക്ക് ചാൻസ് ഉണ്ടോ? ഇല്ല. അത്തരം ആളുകളുടെ എന്തിനാ അവർ മെനക്കെടുന്നതെന്നൊക്കെ കരുതിയിരുന്നവരാണ്. അവരുടെ നടുവിലാണ് ഈ മനുഷ്യൻ ജയിച്ചു വന്നത്. സന്തോഷം. നന്നായിരിക്കട്ടെ.